യുഎസിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ കടുപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. കുടിയേറ്റക്കാരുടെ കേസുകൾ പരിഗണിക്കുന്ന ഇമിഗ്രേഷൻ കോടതികളെ ഉപയോഗിച്ച് അതിവേഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്താനുള്ള പദ്ധതികളാണ് യുഎസ് നീതിന്യായ വകുപ്പ് നടപ്പിലാക്കുന്നത്. മതിയായ സമയം നൽകുകയോ നോട്ടീസ് കൃത്യമായി എത്തിക്കുകയോ ചെയ്യാതെ ഒറ്റ ദിവസം കൊണ്ട് നൂറുകണക്കിന് കേസുകൾ പരിഗണിച്ച് കോടതിയിൽ ഹാജരാകാത്തവരുടെ പേരിൽ കൂട്ടത്തോടെ നാടുകടത്തൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണ് പുതിയ തന്ത്രത്തിലൂടെ. മെഗാ മാസ്റ്റർ കാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ സംവിധാനത്തിലൂടെ ഒറ്റ സെക്ഷനിൽ 150 മുതൽ 200 വരെ ആളുകളുടെ കേസുകളാണ് ജഡ്ജിമാർ കേൾക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പേർക്കും നോട്ടീസ് ലഭിക്കുന്നത് കോടതി തീയതിക്ക് തൊട്ട് മുമ്പ് മാത്രമാണ്. തപാൽ മാർഗം അയക്കുന്ന ഇത്തരം നോട്ടീസുകൾ വിലാസത്തിലെ തെറ്റുകൾ മൂലമോ മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ മൂലമോ സമയത്തിന് ലഭിക്കാറില്ല. ഇതോടെ കോടതിയിൽ എത്താതിരിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ കേസിന്റെ വശങ്ങൾ പോലും പരിശോധിക്കാതെ തനിയെ നാടുകടത്തൽ ഉത്തരവ് നിലവിൽ വരുന്നു. ഇത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ കാരണം ദൈനംദിന ജീവിതവുമായി മുന്നോട്ടു പോകുന്ന സാധാരണക്കാരായ കുടിയേറ്റക്കാർ തങ്ങളുടെ പേരിൽ നാടുകടത്തൽ ഉത്തരവുണ്ടെന്ന കാര്യം അറിയുന്നത് പോലീസിന്റെയോ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെയോ സാധാരണ പരിശോധനകളിൽ നിന്ന് മാത്രമാണ്. കോടതി സമുച്ചയങ്ങൾക്ക് മുന്നിൽ വച്ച് ICA ഉദ്യോഗസ്ഥർ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനാൽ പിടിക്കപ്പെടുമെന്ന ഭയം കാരണം കോടതിയിൽ ഹാജരാകാൻ മടിക്കുന്നവരും കുറവല്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം 500,000-ലധികം, അതായത് 53,808 ഇൻ അബ്സെൻഷ്യ നാടുകടത്തൽ ഉത്തരവുകളാണ് വിവിധ ഇമിഗ്രേഷൻ കോടതികൾ പുറപ്പെടുവിച്ചത്. കോടതിയിൽ അഭിഭാഷകരില്ലാതെ എത്തുന്നവരെയും കുട്ടികളെയുമാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അതേസമയം പഴയ കേസ് വേഗത്തിൽ തീർപ്പാക്കാനും കാര്യക്ഷമമായ നടപടികൾ ഉറപ്പാക്കാനുമാണ് സമയബന്ധിതമായി ഹിയറിംഗുകൾ നടത്തുന്നതെന്നാണ് ഔദ്യോഗിക ഇമിഗ്രേഷൻ റിവ്യൂ ഓഫീസിന്റെ വിശദീകരണം. ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം നിലവിലെ ഭരണകൂട താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത 100-ലധികം ഇമിഗ്രേഷൻ ജഡ്ജിമാരാണ് രാജിവെക്കുകയോ പിരിച്ചുവിടപ്പെടുകയോ ചെയ്തത്. ഇതിനു പകരം ഡീപ്പോർട്ടേഷൻ ജഡ്ജിമാർ എന്ന പേരിൽ കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചാണ് വേഗത്തിലുള്ള നാടുകടത്തൽ നടപടികൾ നടപ്പിലാക്കുന്നത്. ഈ രീതി നിയമാനുസൃതമായ നീതി നിഷേധമാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും ലീഗൽ സെന്ററുകളും കുറ്റപ്പെടുത്തുന്നു. യുഎസിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുടിയേറ്റക്കാരുടെ കേസുകൾ പരിഗണിക്കുന്ന ഇമിഗ്രേഷൻ കോടതികളെ ഉപയോഗിച്ച് അതിവേഗത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്താനുള്ള പദ്ധതികളൊക്കെ ഇപ്പോൾ അണിയറയിൽ സജീവമാകുന്നത്. മതിയായ സമയം പോലും നൽകില്ല, നോട്ടീസ് കൃത്യമായി എത്തിക്കുകയോ ചെയ്യില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് കേസുകൾ പരിഗണിച്ച് ഇവരെ കൂട്ടത്തോടെ നാടുകടത്തുന്നത്.